ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. പാർട്ടിയുടെ താഴെ ഘടകങ്ങളിൽ നിന്നും ഈ ആവശ്യം ഉയർന്നു തുടങ്ങിയപ്പോൾ നേതൃത്വം അതിനോട് കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. അണികൾക്കിടയിൽ ഈ ആവശ്യം ശക്തമായിരിക്കുമ്പോഴാണ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നത്. അങ്ങനെ ലീഗ് അണികൾ നേതൃത്വത്തെ വരുതിയിൽ കൊണ്ടുവന്ന സംഭവമായി മൂന്നാം സീറ്റിലേക്കുള്ള അവകാശവാദം മാറിയിരിക്കുന്നു. മുന്നണി രാഷ്ട്രീയത്തിൽ ഒത്തുതീർപ്പുകളും തന്ത്രപരമായ പിന്മാറ്റങ്ങളും ചില ഘട്ടങ്ങളിലെ കടുത്ത നിലപാടുകളുമൊക്കെ പതിവ് രീതികളാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളിൽ എത്തുമ്പോൾ. സാധാരണ നിലയിൽ പാർട്ടി നേതൃത്വങ്ങളാണ് പരസ്യ നിലപാടുകളുമായി രംഗത്തെത്താറ്. UDF രാഷ്ട്രീയത്തിൽ ഇതെല്ലാം പതിവ് കാഴ്ചയുമാണ്. പക്ഷേ നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലായിരുന്നിട്ടും അണികൾ ഉയർത്തിയ സമ്മർദ്ദത്തിനൊപ്പം സഞ്ചരിക്കേണ്ടി വന്ന അവസ്ഥയാണ് മുസ്ലിം ലീഗിന്. മലപ്പുറവും പൊന്നാനിയും കടന്ന് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ആദ്യം ഉയർത്തിയത് അണികളാണ്. പിന്നീട് ശക്തിദുർഗമായ പാണക്കാട് കുടുംബത്തിൽ നിന്ന് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി മൊയ്ൻ അലി തങ്ങളിലൂടെയും മൂന്നാം സീറ്റ് കത്തിപ്പടർന്നു. എല്ലാ കാലത്തും ലീഗിനൊപ്പം നിലകൊണ്ട സമസ്ത EK വിഭാഗത്തിൽ നിന്നും സമാനമായ നിലപാടുകൾ ഉയർന്നു. ഇതോടെ കൂടുതൽ സീറ്റിന് ലീഗിന് അർഹതയുണ്ടോ എന്ന ചർച്ചകളും സജീവമായി. നേരത്തെയൊക്കെ ഇതേപോലെ സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ ആവശ്യം വരാറ്. പക്ഷേ അവിടെയൊക്കെ നേതൃത്വം ഒരു തീരുമാനമെടുക്കും. നേതൃത്വം രണ്ടാണ് മത്സരിക്കാൻ തീരുമാനിച്ചെന്നുള്ള അതേപടി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. ഇപ്പോഴതല്ല. ഇത് വളരെ കാര്യമായ രീതിയിൽ തന്നെ ഇത് വന്ന രീതി പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഏതെങ്കിലും ഒരു യൂത്ത് ലീഗുകാരനോ ഏതെങ്കിലും ഒരു MSFകാരനോ ഇനി മുസ്ലിം ലീഗിലെ തന്നെ ഏതെങ്കിലും ഒരു ചെറുകിട നേതാവോ ഉയർത്തിയ പ്രശ്നമല്ല, അവർ കമ്മിറ്റി ആവശ്യപ്പെട്ട കാര്യമല്ല. ഇത് ഉയർന്നു വന്നിട്ടുള്ളത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. മലബാറിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ്. ആ ലീഗിന് എല്ലാ മണ്ഡലങ്ങളിലും വലിയ സ്വാധീനമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വയനാട് മണ്ഡലം കോൺഗ്രസ് ഏറ്റവും സുരക്ഷിതമാണെന്ന് പറയുന്ന KC വേണുഗോപാൽ വരെ മത്സരിക്കുമെന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ MI ഷാനവാസ് ജയിക്കുന്നത് മലപ്പുറത്തെ 2 പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്കറിയാം മലപ്പുറമാണ് ജയിപ്പിച്ചത്. ഇങ്ങനെ കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കാര്യം മുന്നോട്ട് വെക്കുന്നത്. ഈ തലമുറയെ അഡ്രസ്സ് ചെയ്യാതെ ഇനി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇവർ ഇൻ്റലക്ച്വൽ സപ്പോർട്ടോട് കൂടിയാണ് ഇവർ രംഗത്ത് വരുന്നത്. മൂന്നാമത് ലോക്സഭയിലേക്ക് സീറ്റ് എന്ന് ചോദിക്കുമ്പോൾ അതിന് പറ്റിയ ഒരു റെക്കോർഡ് അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗിനില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ പരിധിക്കപ്പുറം ആ സീറ്റ് ഡിമാൻഡുമായിട്ട് ലീഗിന് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. സീറ്റിന് വേണ്ടിയുള്ള ആവശ്യം ജനന്യായമാണ്. അത് ദേശീയ സാഹചര്യങ്ങൾ അത് അനുസരിച്ച് അത് നമ്മളെ ന്യായീകരിക്കാൻ കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് UDFനെ കൺവിൻസ് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ വളരെ വളരെ പ്രയാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കഫി സ്റ്റഡി സർക്കിൾ നടത്തിയ പഠനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24 സീറ്റിൽ മത്സരിക്കുന്ന ലീഗിന് ആനുപാതികമായ പരിഗണന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നില്ലെന്ന് കണ്ടെത്തി. ഒപ്പം മുന്നണി മര്യാദയുടെ പേരിൽ ലീഗ് ശക്തമായ ഇടങ്ങളിൽ പോലും കോൺഗ്രസ് മത്സരിക്കുന്നു. ഇടതുമുന്നണിയിൽ രണ്ടാം കക്ഷിയായ CPIക്ക് ലഭിക്കുന്ന പരിഗണന UDFൽ ലീഗിന് ലഭിക്കുന്നില്ല. ഈ കണ്ടെത്തലുകൾ ലീഗിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. 2015 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് തല വിജയശതമാനം പരിശോധിച്ചാൽ കാസർഗോഡ്, വടകര മണ്ഡലങ്ങളിൽ കോൺഗ്രസിനേക്കാൾ മുന്നിലാണ് ലീഗ്. കോഴിക്കോട് ഒപ്പത്തിനൊപ്പവും. പാലക്കാട്, വയനാട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഏറെ പിന്നിലല്ല. എന്നിട്ടും ലീഗ് എന്തുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും മലപ്പുറത്തുമായി ഒതുങ്ങിയെന്ന ചോദ്യം അണികളും അനുഭാവികളും ഉയർത്തിയപ്പോഴാണ് മൂന്നാമതൊരു സീറ്റ് കൂടി ചോദിക്കണമെന്ന ബോധ്യത്തിലേക്ക് പതുക്കെയെങ്കിലും ലീഗ് നേതൃത്വം നടന്നെടുത്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡിമാൻഡ് വന്നിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. അതിനൊരു വളരെ ഒബ്ജക്റ്റീവായിട്ടൊരു കാരണമുണ്ട്. ഒന്ന്, കഴിഞ്ഞ 2014 ഇന്ത്യൻ പാർലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതുവരെ ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം വളരെ ശുഷ്കമായ ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം പ്രാന്തീയത്തിലുള്ളൊരു പാർലമെൻറ്റാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. അതിന് കാരണം പ്രധാനമായിട്ട് BJP വലിയ തോതിൽ സീറ്റ് 4-ൽ 3 സീറ്റോളം നേടിയ സമയത്ത് അവർ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനങ്ങളിൽ ഒരു സ്ഥലത്തും മുസ്ലിം കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ടേ ഇല്ല. ഇന്നിപ്പം മുസ്ലിം വിഷയങ്ങൾ സംസാരിക്കാൻ പോലും പാർലമെൻറ്റിലെ ആളില്ല. പിന്നെ അണികളെ സംബന്ധിച്ചിടത്തോളം അണികൾക്ക് ഏതൊരണികൾക്കും ഉണ്ടാകാവുന്ന രൂപത്തിൽ തന്നെ അവരുടെ പാർട്ടി ഏറ്റവും മികച്ചതായി നിൽക്കണം, ഒന്നാമതായി നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ടാകും. അതോടൊപ്പം തന്നെ വണ്ണത്തിലോ എണ്ണത്തിലോ എന്നതിനപ്പുറത്ത് നമ്മളുടെ എടുക്കുന്ന നിലപാടുകളിൽ
ഉള്ള ജനപ്രതിനിധികൾ അവരുടെ പെർഫോമൻസിൽ അവർ ലോക്സഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും മറ്റു ലോക്കൽ ബോഡികളിലാണെങ്കിലും അവരെത്രമാത്രം ഈ നാടിനു വേണ്ടി, ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി, ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതിൽ കൂടി മെറിറ്റുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു അണികൾ കൂടി മുസ്ലിം ലീഗിനുണ്ട്. ആ അർത്ഥത്തിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളും മികച്ച പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ തന്നെ നേതൃത്വമെടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ അണികളുണ്ടാകും. അണികളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ നേതൃത്വം തയ്യാറാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അണികൾക്ക് അങ്ങനെ വികാരമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ പാർട്ടി കമ്മിറ്റി ചോദിച്ചിട്ടാണ്. ഞങ്ങൾ ജില്ലയുടെ മണ്ഡലങ്ങളൊക്കെ എല്ലാവരും ആശയവിനിമയം നടത്തിയ തീരുമാനിക്കുക. അപ്പോൾ അണികളെ വികാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്കണ വികാരമല്ല. നിങ്ങൾ കണക്കൂട്ടിയ വികാരം ഫേസ്ബുക്കല്ല നിങ്ങളിപ്പോൾ ചോദിച്ചത്. അല്ല, ഞങ്ങൾക്കറിയാം ഓരോ അണികളും ഓരോ പ്രവർത്തകന്മാരുടെയും നിലപാട് എന്താണെന്ന്. അതിനനുസരിച്ച് ഞങ്ങൾ നിലപാടെടുക്കുക. ആ നിലപാട് എല്ലാവർക്കും അംഗീകൃതമായ നിലപാടായിരിക്കും. 3-ാം സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും 3-ാം സീറ്റിന് അർഹതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിലൂടെ ലീഗ് കൈവരിച്ച നേട്ടം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ സീറ്റിനുള്ള അവകാശവാദത്തെ തള്ളിക്കളയാൻ അതിനാൽ തന്നെ UDF നേതൃത്വത്തിന് കഴിയാതെ വന്നേക്കാം. ഇത്തവണത്തെ അവകാശവാദങ്ങളിൽ ലീഗിന് മറ്റൊരു പ്രയോജനം കിട്ടിയ കാര്യം എല്ലാവരും തുറന്നു സമ്മതിക്കും. ലീഗിന് 3-ാമതൊരു സീറ്റിന് അവകാശമുണ്ടെന്ന് ലീഗ് വിരുദ്ധരും കോൺഗ്രസ്സുകാരുമൊക്കെ ഒരുപോലെ സമ്മതിക്കുന്നു. അതിനാലാണ് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കേണ്ടതിന് അനിവാര്യതകളിൽ ഊന്നിയുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമം നടത്തിയത്. അതുകൊണ്ടുകൂടിയാണ് 3-ാം സീറ്റ് വാദം ഉയർന്നപ്പോഴേക്ക് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ പാണക്കാട്ടേക്ക് നീങ്ങിയത്. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് ഒരിക്കലും അങ്ങനെ കണ്ടുപിടുത്തം ഉണ്ടാകാറില്ല. പ്രായോഗിക രാഷ്ട്രീയം നന്നായിട്ട് അറിയുന്നവരാണവർ. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകത അറിയാം. എല്ലാവരുടെയും മുമ്പുള്ള പ്രശ്നം ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ്. ആ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തേണ്ടത് നാട്ടിൻ്റെ ആവശ്യമാണ്, നാട്ടുകാരുടെ ആവശ്യമാണ്, രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ലീഗ് ഒരിക്കൽ പോലും ഒരു കടുപിടുത്തം പിടിക്കില്ല. 3-ാമതൊരു സ്ഥാനാർത്ഥി എന്ന കാര്യം ഒന്നും തന്നെ ഞങ്ങളുടെ മുമ്പിൽ അവർ വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അപ്രായോഗികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സജഷൻസും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. എല്ലാം പരിശോധിച്ച് UDFന് ഗുണകരമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്കുള്ള തീരുമാനത്തിലേക്കാണ് പാർട്ടി പോകുക. അല്ലാതെ പാർട്ടി ഒരു സംഗതികളിൽ പിടിച്ചു വാങ്ങുന്ന പരിപാടിയല്ല. UDF എന്ന് പറഞ്ഞാൽ വാങ്ങൽ കൊടുക്കുക എന്ന് പറയുന്നതല്ല. അതെല്ലാവരും ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ഗുണകരമായ തീരുമാനങ്ങളാണ്. ആ തീരുമാനം എടുക്കേണ്ട ചർച്ച വരുന്ന സമയത്താണ് ഞങ്ങൾ തീരുമാനം പറയുക. അല്ലാതെ മറ്റു പാർട്ടികളെപ്പോലെ ഞങ്ങളുടെ അവകാശവാദം ഞങ്ങൾ പുറത്ത് പറയാറില്ല. കോൺഗ്രസിന്റെ ഏത് സമ്മർദ്ദത്തിനും വഴങ്ങാൻ തയ്യാറുള്ള ലീഗ് നേതൃത്വത്തെ അണികൾ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. അതിനാൽ തന്നെ 3-ാം സീറ്റിനായുള്ള അവകാശവാദത്തിനൊപ്പം കുറേ ദൂരം കൂടി അവർ സഞ്ചരിച്ചേക്കും. കൂടുതൽ സീറ്റിന് അർഹത മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ളത് എല്ലാവരും പരസ്യമായി സമ്മതിക്കുന്ന കാര്യമാണ്. കോൺഗ്രസിലെ തന്നെ പല പ്രമുഖരായ നേതാക്കന്മാരും അത്തരത്തിലുള്ള അനുകൂലമായ പ്രസ്താവനകളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായും അധികമായി സീറ്റ് ലഭിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയിലെ പിന്നോക്ക ന്യൂനപക്ഷ ദളിത് ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള ക്രൈസിസിനെയും അഭിസംബോധന ചെയ്യുന്നതിന് മുസ്ലിം ലീഗിന് അനിവാര്യമായ ഒന്നാണ് എന്നുള്ളത് മുത്തലാഖിൻ്റെ വിഷയം വന്നപ്പോഴും സാമ്പത്തിക സംവരണത്തിൻ്റെ വിഷയം വന്നപ്പോഴും അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ വന്നപ്പോഴും എല്ലാം ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്കും ബോധ്യപ്പെട്ട ഒന്നാണ്. ആ അർത്ഥത്തിൽ മുസ്ലിം ലീഗിന് അധിക സീറ്റ് ലഭിക്കണമെന്നുള്ള ശക്തമായ ആവശ്യമുണ്ട്. സത്യത്തിൽ ലീഗ് നേതൃത്വത്തിന് മുമ്പിൽ രണ്ട് പ്രധാന, ഒന്ന് ഈ യുവ നേതൃത്വത്തിൻ്റെ ഉൾപ്പെടെയുള്ള അണികളുടെ ഈ ശക്തമായ ആവശ്യം, അത് ഇതൊന്നും നമുക്ക് വലിയ ബാധകമല്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് കണക്കുകൾ വെച്ചാണ് അവർ ആവശ്യപ്പെടുന്നത്. അതൊരു വലിയ പ്രശ്നമുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് നേതാക്കന്മാർ ഉയർത്തുന്ന പ്രശ്നം, അവർ ഇപ്പോഴെ തന്നെ ചെന്നിത്തല പാണക്കാട്ട് പോയിട്ട് തങ്ങളെ കണ്ടു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ യാത്രയ്ക്ക് മുമ്പ് പോയിട്ടുണ്ട്. ഇവരൊക്കെ കണ്ടത് പോയി തങ്ങൾക്ക് ആശീർവാദം വാങ്ങാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് പോകുമ്പോഴും അവർ പോയി കാണുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ചെന്നിത്തല കല്യാണം വിളിക്കാൻ പോയി എന്ന് പറയുന്നത്. കല്യാണം വിളിക്കലല്ല പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. അവിടെ പോയിട്ട് സംസാരിച്ച മുഴുവൻ ലീഗ് നേതാക്കന്മാരുടെ കാല് പിടിക്കലാണ്. കാരണം ഈ ഒരു സീറ്റെങ്കിലും സീറ്റ് എന്നുള്ള ഞങ്ങൾ കിട്ടിയാലേ പറ്റുള്ളൂ. പിന്നെ ഒരു പ്രശ്നമുള്ളത്, കോൺഗ്രസ്സുകാർക്ക് ഇതിലൊരു സീറ്റ് പോകുമ്പോൾ ഒരു സീറ്റ് പാർട്ടിക്കൊരു സീറ്റ് പോക്കല്ല, ഇതെങ്ങനെ കൊടുക്കുന്നുള്ളതാണ്. പാർലമെന്റിലെ നിലവിലെ ലീഗ് അംഗങ്ങളുടെ പ്രകടനം വരെ ഇതിനകം ഇഴകീറി പരിശോധിക്കപ്പെട്ടു കഴിഞ്ഞു. മുത്തലാഖ് ബില്ല് വോട്ടിനിട്ടപ്പോൾ പാർലമെന്റിലെ കുഞ്ഞാലിക്കുട്ടിയുടെ അസാന്നിധ്യം മുതൽ ലീഗ് അംഗങ്ങളുടെ ഹാജർ നില വരെ അടുത്തിടെ പാർട്ടിക്ക് അകത്തും പുറത്തും തീർത്തത് വിവാദത്തിന്റെ വഴികളായിരുന്നു. ഈ കത്വ സംഭവം അടക്കമുള്ള വിഷയങ്ങളിൽ, അതുപോലെ മറ്റേ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ, അതിനുശേഷം ഇപ്പോൾ ഉണ്ടായ മുത്തലാഖ് വിഷയത്തിൽ, ഇതിലൊന്നും തന്നെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ആളുകളുടെ പെർഫോമൻസ് ഒന്നും അവിടെ ആരും കണ്ടിട്ടില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിൽ വലിയ താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിൽ അദ്ദേഹം പോയി, പക്ഷേ അദ്ദേഹം വിചാരിച്ച മാതിരി അങ്ങനെ എളുപ്പത്തിൽ കീഴടക്കാവുന്നൊരു സ്ഥലമല്ല ഡൽഹി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ നേതാക്കന്മാർ വരണം എന്ന് അവർക്ക് ഒരു കാലത്തും ആഗ്രഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അവരുടെ ടോപ്പ് ലെവലിൽ മാത്രം ഈ സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കുക, യുവാക്കളെ താരതമ്യേന അവഗണിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല പുതിയൊരാൾ വരുമ്പോൾ ലീഡർഷിപ്പിലേക്ക് ഒരു പുതിയ വെല്ലുവിളി കൂടി വരും എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഇപ്പോൾ. അധികാര വഴിയിൽ ലീഗ് നേതൃത്വം വഴങ്ങുകയോ ശാഠ്യക്കാരായി മാറുകയോ ചെയ്തേക്കാം. എന്നാൽ പാർട്ടിയിലെ പുതുതലമുറ ചോദ്യം ചെയ്യലിൻ്റെ പുതിയൊരു സംസ്കാരം ലീഗിൽ തുറന്നുവച്ചു എന്നതാണ് ഈ ചർച്ചയുടെ ബാക്കി പത്രം. അതൊക്കെ കൊണ്ട് തന്നെയാണ് UDF-ലെ ഉഭയകക്ഷി ചർച്ചകൾ ലീഗിന് നിർണായകമാകുന്നത്. ആ ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ പരമാവധി അധിക സീറ്റിന് വേണ്ടിയുള്ള ആവശ്യം ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത് തടയാനുള്ള തത്രപ്പാടിലാണ് ലീഗ് നേതാക്കൾ. ഒരു UDF കൊലീഷനാകുമ്പോൾ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടല്ല സംസാരിക്കുക. UDF കൊലീഷനാകുമ്പോൾ UDF-ന് കൂടുതൽ സീറ്റ് കിട്ടാൻ എന്താണ് നല്ലത്, ആരാണ് സ്ഥാനാർത്ഥിയാവും നല്ലത്, ഏത് പാർട്ടി കൊടുക്കാൻ നല്ലത് എന്ന് പരിശോധിച്ചിട്ടാണ് തീരുമാനിക്കുക. അതാണ് ലീഗിനൊരു 3-ാം സീറ്റ് ആവശ്യപ്പെട്ട് അവർ പക്ഷേ വയനാടായിരിക്കും ചോദിക്കാനുള്ളത്. കാരണം അവർക്ക് വലിയ സ്വാധീന ശക്തിയുള്ള 3 മണ്ഡലങ്ങൾ നിൽക്കുന്ന അതാണ് വയനാട്. അപ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടത് I ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. തൊട്ടപ്പെടുന്ന വയനാട് വേണ്ട, കോഴിക്കോട് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് കൊടുക്കേണ്ടത് A ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. ഇങ്ങനെ ഓരോ കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നോക്കണം. ഗ്രൂപ്പിന് സീറ്റ് നഷ്ടപ്പെടുന്ന പ്രശ്നം ഭയങ്കരമായിട്ട് അവരെ അലട്ടുന്നുണ്ട്. സമവായ ഫോർമുലകൾ മുന്നോട്ട് വയ്ക്കാനാണ് കോൺഗ്രസ് നീക്കം. അതിൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ എന്നതാണ് പ്രധാനപ്പെട്ടത്. വീരേന്ദ്രകുമാറും കൂട്ടരും മുന്നണി വിട്ടതിനാൽ ഭാവിയിൽ ലീഗിന് കൂടുതൽ സീറ്റുകൾ നിയമസഭയിലേക്ക് നൽകാൻ കോൺഗ്രസിന് കഴിയും. അത്തരത്തിൽ അധികമായി 4 സീറ്റെന്ന ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഭാവിയിൽ രാജ്യസഭയിൽ കൂടുതൽ പങ്കാളിത്തമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നേക്കാം. ഒപ്പം UPA അധികാരത്തിലെത്തിയാൽ ക്യാബിനറ്റ് പദവി ആഗ്രഹിക്കുന്ന നേതാക്കളും ലീഗിലുണ്ട്. എല്ലാം കൂട്ടിച്ചേർത്ത് ലീഗിനെ 3-ാം സീറ്റെന്ന അവകാശവാദത്തിൽ നിന്ന് പിന്മാറ്റാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. ഞങ്ങൾ അവഗണിച്ചിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പറയത്തേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല കേൾക്കാൻ. അവർ പറയുന്നിടത്ത് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ്. നമുക്ക് കടപ്പുറത്തുനിന്ന് കിട്ടിയെങ്കിലേ അരി മേടിക്കാൻ പറ്റത്തുള്ളൂ.